എറണാകുളം ജില്ലയിലെ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ സംവദിക്കാനായി 500ഓളം പ്രതിനിധികളാണ് എത്തിയിരുന്നത്. സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി വ്യക്തികൾ മുഖാമുഖത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു. സമൂഹത്തിന്റെ നാനാതുറയിൽ നിന്നുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് കാക്കനാട് കിൻഫ്ര ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന മുഖാമുഖത്തിൽ പങ്കെടുത്തത്. അതിഥി തൊഴിലാളികളുടെ കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്ന ബീഹാർ സ്വദേശി ദറക്സ പർവീണായിരുന്നു ശ്രദ്ധേയായ പ്രതിനിധി. തനിക്ക് ലഭിച്ചതുപോലെ എല്ലാ അതിഥി തൊഴിലാളി കുട്ടികൾക്കും മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കണമെന്ന ആവശ്യം മുഖ്യമന്ത്രി അറിയിക്കാനാണ് ദറക്സ പർവീൺ എത്തിയത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ചോദിക്കാൻ വന്നത്. അതായത് എല്ലാ ജില്ലയിലും റോഷനി പദ്ധതികൾ അതിൻ്റെ സഹായത്തോടെയാണ് ഞാൻ ഇവിടം വരെ ഈ നിലയിൽ എത്തിയത്. അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ഈ അവകാശം കിട്ടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ദറക്സ പർവീണിനെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി അതിഥി തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനായി പ്രത്യേക പദ്ധതിക്ക് സർക്കാർ തുടക്കമിട്ടതായി വേദിയിൽ അറിയിക്കുകയും ചെയ്തു. എറണാകുളം ജില്ലയിലെ അതിഥി തൊഴിലാളികളുടെ പ്രതിനിധിയായി പങ്കെടുക്കാനെത്തിയത് ഒഡീഷ സ്വദേശി രാജേന്ദ്ര നായിക്കാണ്. പൊതുവായ ചില ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയോട് നേരിട്ട് പറയാനാണ് കോടനാട് ബസേലിയോസ് പബ്ലിക് സ്കൂൾ മാനേജരും ഓർത്തഡോക്സ് സഭാ പ്രതിനിധിയുമായ തോമസ് പോൾ റമ്പാച്ചൻ എത്തിയത്. ഒരു പൊതു താല്പര്യം എന്താണെന്ന് അറിയാനും കൂടിയുള്ള ഒരു ശ്രമമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് നമ്മുടെയും കൂടെ ഒരു ആവശ്യമാണല്ലോ. അതുകൊണ്ട് വന്നൊന്നല്ല. എല്ലാ ഓഫീസുകളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ഭിന്നശേഷി സൗഹൃദമാക്കണം എന്നായിരുന്നു ഭിന്നശേഷിക്കാരുടെ പ്രതിനിധിയായി എത്തിയ രാജീവ് പള്ളുരുത്തിയുടെ ആവശ്യം. അപ്പോൾ നമുക്ക് പുതിയ കെട്ടിടങ്ങളെല്ലാം വീൽചെയർ ഫ്രണ്ട്ലി ആകുന്നുണ്ട്. നിലവിലുള്ള കെട്ടിടങ്ങൾ വീൽചെയർ ഫ്രണ്ട്ലി ആകാതെ പോകുന്നുണ്ട്. അപ്പോൾ അതോടക്കം അതും നല്ലൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ടൂറിസ്റ്റ് മേഖലകളിൽ വിനേഷ് സൗഹൃദമാകുന്നുണ്ട്. അതും ഒരുപാട് സർക്കാരിന്റെ തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി പറയുന്നത് കേൾക്കാൻ കൂടിയാണ് വന്നതെന്ന് യാക്കോബായ സഭാ പ്രതിനിധി തമ്പു ജോർജ് തുകലൻ പറഞ്ഞു. പ്രതിസന്ധികൾക്കിടയിലും ഒരുപാട് ഈ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് ആശ്വാസകരമാണ്. ഇനി വരുന്നതായ നാളുകൾ എങ്ങനെയായിരിക്കുമെന്നുള്ളത് അറിയുവാനും അദ്ദേഹം പറയുന്ന വാക്കുകൾ കേൾക്കുവാനുമായാണ് എത്തിച്ചത്. ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം, AI വിദ്യാർത്ഥി രാഹുൽ ജോൺ, ഹരിതകർമ്മസേനാംഗം വിജയലക്ഷ്മി, TI ജോയ്, അജിത് കുമാർ, ജോൺ കുര്യാക്കോസ് തുടങ്ങി 30ഓളം പേർ മുഖ്യമന്ത്രിയുമായി സംവദിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.